നിങ്ങളോട് ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് മതി. ഞാൻ വെള്ളം കുടിച്ചില്ല, ഞാൻ മൂത്രം കുടിച്ചു വേണ്ടി ജീവിച്ചോളൂ. നിങ്ങളോട് ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ആദ്യം ഉത്തരം പറ. വെള്ളം സപ്ലൈ ചെയ്തില്ലെങ്കിൽ പഞ്ചായത്തിൽ അറിയിച്ച് പഞ്ചായത്ത് മുഖാന്തരം വെള്ളം സപ്ലൈ ചെയ്യണമെന്ന് ചട്ടത്തിലുണ്ടോ ഇല്ലയോ? ഒരാള് ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കുന്നത് അച്ചു വീട്ടിൽ സുഖമാണോ, അച്ചു വീട്ടിൽ പരമസുഖമാണോ എന്ന് അന്വേഷിക്കാനല്ല, കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എടുത്ത ആദ്യം ഞാൻ പറയാൻ പോണ മത്തായിയുടെ സുവിശേഷവും. ഏയുടെ വീട്ടിലെ സുഖപൂരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ വിളിച്ചത്. ഏയിന ആണോ? ഇതേവരെ 3 ദിവസമായിട്ട് ഫോൺ എടുത്തിട്ടില്ല. ആ പരട്ട ഏയുടെ വീട്ടിലെ കുടിക്കുന്ന വെള്ളവും മുടക്കുന്ന അപ്പോഴേ പഠിക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഏയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ആ പൈപ്പ് കണക്ഷൻ മുറിച്ചിട്ട് ഞാൻ പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ എനിക്ക് വെള്ളം സപ്ലൈ ചെയ്യാൻ മന്ത്രിക്ക് ഏയ്ക്ക് സൗകര്യമില്ലെങ്കിൽ താനും കുടിക്കേണ്ട പച്ചവെള്ളം എന്ന് ഞാൻ പറയുമായിരുന്നു. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. എൻ്റെ വീട്ടിൽ ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് വെള്ളമില്ല, കുടിവെള്ളമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വാട്ടർ അതോറിറ്റിയോട് ഞാൻ പരാതി പറയുന്നു. ഇപ്പം ശരിയാക്കാം എന്ന് പപ്പു പറഞ്ഞതുപോലെ ഇവർ എല്ലാ ദിവസവും ടോൾ ഫ്രീ നമ്പറിൽ തിരിച്ചു വിളിക്കും. ശരിയാക്കി തരാം, ശരിയാക്കാം എന്ന് പറയും. ഇന്ന് 5ാമത്തെ ദിവസമാണ്. എൻ്റെ വീട്ടിൽ പൈപ്പിൽ ഒരു തുള്ളി വെള്ളം വരില്ല. ഞാൻ വിട്ടില്ല. നേരെ ഒരാഴ്ച 3 ദിവസമായിട്ട് ഞാൻ ഏയിനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്കമാലി ഡിവിഷനിലുള്ള വാട്ടർ അതോറിറ്റിയുടെ ഏയിനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക. ഏയുടെ അച്ചി വീട്ടിൽ സുഖമാണോ എന്ന് ചോദിക്കാനല്ല ഞാൻ ഏയിനെ വിളിച്ചത്. ആണോ? അല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും സുഖമാണോ എന്നന്വേഷിക്കാനല്ല, നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കാനല്ല വിളിച്ചത്. വിളിച്ചിട്ട് ഇതേവരെ ഫോൺ എടുത്തിട്ടില്ല. ഞാൻ ഈ രാത്രി 8 മണിക്ക് ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഒരു തുള്ളി വെള്ളം പൈപ്പിലില്ല. ഞാൻ മന്ത്രിയെ വിളിച്ചു, റോഷി അഗസ്ത്യൻ മന്ത്രിനെ ഞാൻ വിളിച്ചു. മന്ത്രി ഫോൺ എടുത്തു. മന്ത്രി ഉടനെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നമ്പർ തന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിനെ വിളിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറിനെ വിളിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഞാൻ പരാതിയും കൊടുത്തു. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്ത പരാതി ഇങ്ങനെയാണ്: ഇന്ത്യൻ ഭരണഘടന എനിക്ക് തരുന്ന എൻ്റെ അവകാശമാണ് ആർട്ടിക്കിൾ 21. അത് പ്രകാരം എനിക്ക് കുടിവെള്ളം തരേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയുമാണ്. ഇത് ചൂണ്ടിക്കാണിച്ച് ഞാൻ പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി നടപടി പിടിച്ചു. പക്ഷേ ഏയ്ക്ക് ഫോൺ എടുക്കാൻ മുഹൂർത്തം ഉണ്ടായിട്ടില്ല. മുഹൂർത്തം ഉണ്ടാവോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ. കാരണം ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കുന്നത് അച്ചു വീട്ടിൽ സുഖമാണോ, അച്ചു വീട്ടിൽ പരമസുഖമാണോ എന്ന് അന്വേഷിക്കാനല്ല, കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ തീർപ്പ് ഉണ്ടാവാത്തതിനെ തുടർന്നിട്ടാണ് ഇന്ന് ഇത്രയും ഞാൻ പറയേണ്ടി വന്നു. കാരണം റോഷി അഗസ്റ്റിനൊക്കെ മന്ത്രി പോലും കൃത്യമായിട്ട് ഫോൺ എടുത്തു. ആ ഫോണിനൊരു മറുപടി തന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വരെ വിളിച്ചു. തീരുമാനങ്ങൾ വന്നു. ഇപ്പോഴും അങ്കമാലി ഡിവിഷൻ്റെ പരിധിക്കകത്ത് വരുന്ന എൻ്റെ വീട്ടിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് മാത്രം വെള്ളം എത്തിക്കാൻ ഉദ്യോഗസ്ഥന് പറ്റത്തില്ല, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. വെള്ളം ഇല്ല എങ്കിൽ, ആ കുടിവെള്ളം എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യണം? ആ പഞ്ചായത്ത് കുടിവെള്ളം എത്തിച്ചു തരാൻ പഞ്ചായത്തിന് ബാധ്യതയുണ്ട്. ഇവിടെ അതും സംഭവിച്ചിട്ടില്ല. പഞ്ചായത്ത് അയ്യമ്പുഴ പഞ്ചായത്തിൽ നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ, വെള്ളം തന്നോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. എന്തായാലും ഞാനിതൊക്കെ ചൂണ്ടിക്കാണിച്ച് മന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തന്നെ, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തന്നെ ഞാൻ പരാതി കൊടുത്തു. ഇതാണ് അവസ്ഥ. എന്നിട്ട് പറയുക, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വിളിച്ച് കേൾപ്പിച്ചു തരാം. ഒരൊറ്റ മിനിറ്റ്. വാട്ടർ അതോറിറ്റിയുടെ ഏയിനെ തന്നെ ഞാൻ വിളിക്കാം. നിങ്ങൾ കേട്ടോ, ഒരു മിനിറ്റ്, ഞാൻ ഫോൺ എടുക്കട്ടെ. വാട്ടർ അതോറിറ്റിയുടെ നമ്പറാണ് 91
88958600. ബാ എടുക്കുന്നുണ്ടോന്ന് നോക്കിക്കോ. എടുത്ത ആദ്യം ഞാൻ പറയാൻ പോണ മത്തായിയുടെ സുവിശേഷം. അൺപാർലമെന്ററി വേർഡ് ഉപയോഗിച്ചെന്നോ അല്ലെങ്കിൽ എന്നെ അസഭ്യം പറഞ്ഞെന്നും പറഞ്ഞ് കേസ് കൊടുക്കട്ടെ. വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. അല്പസമയത്തിനു ശേഷം ഇനി നമുക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല മറ്റേ എയിനെ വിളിക്കാം. ഇതാണ് എയുടെ നമ്പർ. എടുക്കുന്നുണ്ടോ നോക്കിക്കോ. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നമ്മൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ ആര് വിളിച്ചെടുക്കും? പേഴ്സണൽ നമ്പർ ആണെങ്കിൽ ഓക്കെ, അയാൾ പറയുന്നത് റൈറ്റ് ആണ്, അയാളുടെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചിട്ടാണെന്ന് പറയും. ഞാൻ വിളിച്ചത് ഒഫീഷ്യൽ നമ്പറിലേക്കാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന സാധനം എഴുതി വെച്ചത് എന്തിനാണ്? എന്തായാലും ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതും എ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ NGOൻ്റെ യൂണിയൻ തീരുമാനിക്കും മന്ത്രിനെ പുറത്താക്കണോ അതോ ഉദ്യോഗസ്ഥനെ പുറത്താക്കണോ എന്ന് NGO തീരുമാനിക്കും എന്ന് എന്നോട് CPMൻ്റെ പണ്ടൊരു നേതാവ് പറഞ്ഞ പോലെ ഇരിക്കും. NGOയ്ക്കാണോ പവർ, ഉദ്യോഗസ്ഥനാണോ പവർ, മന്ത്രിക്കാണോ പവർ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണും. എന്തായാലും എൻ്റെ പരാതിയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി തീരുമാനം ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ. ഈ വെള്ളത്തിൻ്റെ 1912 നമുക്കൊരു മിനിറ്റ് 1916 എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. നമുക്ക് അതിനകത്തും കൂടി വിളിക്കാം. നിങ്ങളും കേട്ടോ. നമസ്കാരം. കേരള വാട്ടർ അതോറിറ്റിയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ പരാതി പരിഹാര കേന്ദ്രത്തിലേക്ക് സ്വാഗതം. താങ്കളുടെ കോൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ദയവായി ലൈനിൽ തുടരുക. ഞങ്ങളുടെ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി ഈ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. നിലവിൽ എല്ലാ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുകളും മറ്റു കോളുകളിൽ തിരക്കിലാണ്. ദയവായി ലൈനിൽ തുടരുക. കേട്ടോ. നമസ്കാരം. ഞാനേ കഴിഞ്ഞ ദിവസം ഞാനൊരു കംപ്ലൈൻറ്റ് വിളിച്ചു പറഞ്ഞിരുന്നു. കംപ്ലൈൻറ്റ് നമ്പർ 12-15-279. ആ പരാതിയിൽ തീരുമാനം എന്തെങ്കിലും എടുത്തിരുന്നോ? വെള്ളം കിട്ടാത്ത പരാതിയോ? അതെ. ഇനി ഞാൻ അടുത്തൊരു പരാതി പറയാം. പരാതി നമ്പർ പറയാം. 12-15-460.
12/15/460. അത് റീസോൾവ്ഡ് ആണ്. എനിക്ക് ഈ വീട്ടിലോട്ട് വെള്ളം തരണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ ഓരോ പൗരനും കുടിവെള്ളം കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 21 ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? എനിക്ക് ഈ വെള്ളം കിട്ടിയോ? 4-5 ദിവസമായില്ലേ. എനിക്ക് കിട്ടാത്തതുകൊണ്ടാണല്ലോ ഇപ്പം ഞാൻ മന്ത്രി റോഷൻ അഗസ്റ്റിന് ഞാൻ പരാതി കൊടുത്തത്. നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇപ്പം ഞാൻ പരാതി വാട്സാപ്പ് ചെയ്തത്. എയുടെ വീട്ടിലെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ വിളിച്ചത്. എയിന ആണോ? ഇതേവരെ 3 ദിവസമായിട്ട് ഈ ഫോൺ എടുത്തിട്ടില്ല. ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ഞാൻ നിങ്ങളെ വിളിച്ച് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ഇല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും നേരമായിട്ട് എയിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തോ? നിങ്ങൾ വീട്ടിലേക്കുള്ള വെള്ളം പരിഹരിച്ചിരുന്നോ? ഹലോ, നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കംപ്ലൈന്റ് റീസോൾവ് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നല്ലോ. റീഓപ്പൺ ചെയ്താൽ പോരല്ലോ. നിങ്ങൾ ഈ പറയുന്നത് ഇവിടെ എല്ലാവരും കേട്ടോണ്ടിരിപ്പുണ്ട്. ഇരിക്കണോ റീസോൾവ്? അടുത്ത മെസ്സേജ് വന്നേക്കണോ? മന്ത്രിനെ രാത്രി വിളിച്ച് മന്ത്രി ഫോൺ എടുത്തു, നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോൺ എടുത്തു. ഇവർക്ക് എല്ലാവർക്കും ഫോൺ എടുക്കാം, എയ്ക്ക് മാത്രം ഫോൺ എടുക്കാൻ പറ്റില്ല. എയുടെ വീട്ടിലെ പേഴ്സണൽ നമ്പറിലേക്കല്ലല്ലോ ഞാൻ വിളിച്ചത്. ഹലോ, 6 ദിവസമായി എൻ്റെ വീട്ടിൽ വെള്ളം വന്നിട്ട് ഞാൻ മൂത്രമൊഴിച്ച വെള്ളം തന്നെ ഞാൻ തിരിച്ചു കുടിക്കണോ? ഈ ഏരിയ ഫുള്ള് വെള്ളമില്ല. എന്നിട്ട് വിളിച്ചിട്ട് എന്താ ഇത് റിപ്ലൈ തരണ്ടേ? വെള്ളമല്ലേ ചോദിച്ചത്? ഹലോ, കുടിവെള്ളം കിട്ടിയില്ലെങ്കിൽ എത്ര ദിവസം മനുഷ്യൻ ജീവിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ? അറിയാവോ? ഹലോ, നിങ്ങൾ വെള്ളം സപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് സെക്രട്ടറിനെ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് മുഖാന്തരം വെള്ളം സപ്ലൈ വേണമെന്നും ചട്ടത്തിലില്ലേ? ആ ഉത്തരവ് നിങ്ങൾ മറന്നുപോയോ? നിങ്ങളോട് ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് മതി. ഞാൻ വെള്ളം കുടിച്ചില്ല, ഞാൻ മൂത്രം കുടിച്ചു വേണ്ടി ജീവിച്ചോളൂ. നിങ്ങളോട് ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ആദ്യം ഉത്തരം പറ. വെള്ളം സപ്ലൈ ചെയ്തില്ലെങ്കിൽ പഞ്ചായത്തിൽ അറിയിച്ച് പഞ്ചായത്ത് മുഖാന്തരം വെള്ളം സപ്ലൈ ചെയ്യണമെന്ന് ചട്ടത്തിലുണ്ടോ ഇല്ലയോ? ഹലോ, 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 ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോയി. കുടിവെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുടിവെള്ളം കൃത്യമായി എത്തിയില്ലെങ്കിൽ കുടിവെള്ളം കൃത്യമായി എത്തിക്കാൻ ചട്ടത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പഞ്ചായത്തിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ എവിടെയാണെന്ന് വെച്ചാൽ ഇൻഫോം ചെയ്യണം. അതുകൊണ്ടാണ് കറണ്ട് പോകുമ്പോൾ പോലും കൃത്യമായി ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ കറണ്ട് പോകും എന്ന് മെസ്സേജ് വരുന്നത്. അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ കാര്യത്തിലും. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന പോലെ ആ സ്പോട്ടിൽ ഇൻഫർമേഷൻ കൊടുക്കുകയും അത് കൃത്യമായി പഞ്ചായത്ത് കുടിവെള്ളം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും വേണം. ഇതൊന്നും അവിടെ ഉണ്ടാവാഞ്ഞത് കൊണ്ടാണ് ഈ പറഞ്ഞ വിഷയം. ആ ലാപ്ടോപ്പ് ഇങ്ങോട്ട് എടുത്തുകൊണ്ടോന്ന് ബെന്നിച്ച, ഇതല്ല മറ്റേ ലാപ്ടോപ്പ് ഇങ്ങോട്ട് എടുത്തുകൊണ്ടോന്ന്. മന്ത്രിക്കല്ല, മന്ത്രി പറഞ്ഞിട്ട് റോഷി മറ്റേ പ്രിൻസിപ്പൽ സെക്രട്ടറിനെ വിളിച്ചിട്ടും പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്ത പരാതിയുടെ പകർപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ആ പരട്ട എയുടെ വീട്ടിലെ കുടിക്കുന്ന വെള്ളവും മുടക്കുന്ന അപ്പോഴേ പഠിക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ എയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ആ പൈപ്പ് കണക്ഷൻ മുറിച്ചിട്ട് ഞാൻ പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ എനിക്ക് വെള്ളം സപ്ലൈ ചെയ്യാൻ മന്ത്രിക്ക് എയ്ക്ക് സൗകര്യമില്ലെങ്കിൽ താനും കുടിക്കേണ്ട പച്ചവെള്ളം എന്ന് ഞാൻ പറയുമായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ പഴയ സ്വഭാവത്തിന് അതായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഭരണഘടന എനിക്ക് തന്ന എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ് ഇതെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അയാൾക്ക് അതനുസരിക്കാൻ ഇന്ത്യൻ ഭരണഘടന അയാൾക്ക് പുല്ലാണെന്നുള്ള രീതിക്കാണ് അയാൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനം, ഞാനും തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മന്ത്രി റോഷിൻ അഗസ്ത്യൻ അയച്ചു കൊടുത്ത പരാതി ഇപ്പം കാണിച്ചു തരാവേ. കാരണം ഇത്രയും നേരം ഞാൻ 3-4 ദിവസമായിട്ട് ഞാൻ എയിനെ വിളിക്കുക. എയ്ക്ക് ഇതേവരെ ഫോൺ എടുക്കാൻ നേരം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനെന്ത് ചെയ്യും? മറ്റേ വാട്സപ്പിൽ നിന്നാണ് ഞാൻ പരാതി കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. ദ പ്രിൻസിപ്പൽ സെക്രട്ടറി കേരള വാട്ടർ അതോറിറ്റി തിരുവനന്തപുരം ഫ്രം ബോസ്കോ ലൂയിസ് ആലിയാസ് ബോസ്കോ കളമശ്ശേരി. വിഷയം: അങ്കമാലി വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ഏഴാറ്റുമുഖം പ്രദേശത്ത് ഒരാഴ്ചയ്ക്ക് മുകളിലായി കുടിവെള്ളം വിതരണം പൂർണ്ണമായും നിലച്ചത് സംബന്ധിച്ചുള്ള പരാതി. സർ, ഞാൻ അയ്യമ്പുഴ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഏഴാറ്റുമുഖം പ്രദേശത്തെ സ്ഥിരതാമസക്കാരനാണ്. അങ്കമാലി വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ഈ പ്രദേശത്തേക്ക് ഒരാഴ്ചയ്ക്ക് മുകളിലായി കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതുമൂലം ഞാനും പ്രദേശവാസികളും ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്നു. കുടിവെള്ള വിതരണം നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി യാതൊരു അറിയിപ്പും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ അയ്യമ്പുഴ പഞ്ചായത്തിൽ നിന്നും ടാങ്കർ വെള്ളമെത്തിക്കാൻ ഉൾപ്പെടെയുള്ള അടിയന്തര ക്രമീകരണം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. കുടിവെള്ളം ലഭ്യമാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതിനാൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം സ്ഥിരമായി ലഭ്യമാക്കേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ ബാധ്യതയാണ്. ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ കുടിവെള്ള വിതരണം തടസ്സം കാരണം ദൈനംദിന ജീവിതം താറുമാറായിരിക്കുന്നു. വയോധികർക്കും കുട്ടികൾക്കും രോഗികൾക്കും വലിയ പ്രയാസമുണ്ടാക്കുന്നു. ശുചിത്വ പ്രശ്നങ്ങൾക്കും ആരോഗ്യ ഭീഷണിക്കും ഉയർത്തുന്ന സാഹചര്യമാണുള്ളത്. അതിനാൽ ഏഴാറ്റുമുഖം പ്രദേശത്തെ അടിയന്തരമായി കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കണമെന്നും ഭാവിയിൽ വെള്ള വിതരണം തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ മുൻകൂട്ടി പൊതുജനങ്ങളെ അറിയിക്കുന്ന സംവിധാനം ഒരുക്കണമെന്നും തടസ്സത്തിൻ്റെ കാരണം എഴുതി അറിയിക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. ഈ കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്ത പരാതി കൊടുത്തത് വെറുതെ അല്ല. നമ്മുടെ മന്ത്രി റോഷി അഗസ്ത്യൻ മന്ത്രിയെ ആണ് ഞാൻ അവസാനം വിളിച്ചത്. മന്ത്രിയുടെ PAയോ മറ്റാരുമല്ല ഫോൺ എടുത്തത്, മന്ത്രി തന്നെയാണ് ഫോൺ എടുത്തത്. മന്ത്രിക്ക് കാര്യം പറഞ്ഞു. എന്നിട്ടാണ് തീരുമാനം പ്രിൻസിപ്പൽ സെക്രട്ടറി കൊടുത്തപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്പർ ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥൻ ഗുരുതരമായ വീഴ്ചയാണ് ഈ കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുപ്പിക്കാണ്ട് ഞാൻ പോവില്ല. തിങ്കളാഴ്ച അങ്കമാലി കേരള വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ ഞാൻ പോയി കുത്തിയിരിക്കും. സ്ഥിരമായി കുടിവെള്ളം ലഭ്യമാക്കുന്നത് വരെ ഞാൻ അവിടെ പോയി കുത്തിയിരിക്കാനാണ് എൻ്റെ തീരുമാനം. ആ തീരുമാനം നിങ്ങളൊന്ന് അറിയിക്കാനാണ്. ഫോൺ എടുക്കുമോ അതോ ഫോൺ എടുക്കില്ലയോ എന്നൊക്കെ എനിക്കറിയണം. എയ്ക്ക് വീട്ടിലേക്ക് വിളിക്കാനും പഴയ സിനിമകളിലൊക്കെ കാണാറില്ലേ, ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് സുഖമാണോ, സുഖമല്ലേ, ഉച്ചയ്ക്ക് ചോറൊക്കെ എടുത്ത് വെച്ചോ, ചോറിന് കറി എന്താ ഉള്ളത്, ചിക്കനും മീൻ കറിയൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി
എന്ന് പറയുന്ന ആ കണക്റ്റിങ്ങുള്ള ചെയ്യാനുള്ള പരിപാടിയുടെ ഭാഗമാണോ അല്ലയോ എന്നെനിക്കും അറിയണം. അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനും നിൽക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ അങ്കമാലി AE ഓഫീസിന് മുന്നിൽ ഞാൻ കുത്തിയിരുന്ന് ഞാൻ തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ഒന്നെങ്കിൽ ഉദ്യോഗസ്ഥൻ നടപടിയെടുക്കണം, അല്ലെങ്കിൽ വെള്ളം കൃത്യമായി മുടക്കം കൂടാണ്ട് എത്തിക്കാമെന്നുള്ള ഷൂറിറ്റിയാണ്. എന്നിട്ട് ബാക്കി പറയാം.